കുര്യൻ നഗരാജു ബർഹാംപൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ മകളെയും മരുമകനെയും കാണാൻ പോവുകയാണ്, ചെല്ലാൻ പറഞ്ഞ് അവർ കത്തയച്ചിരുന്നുവെന്ന്. കത്ത് അദ്ദേഹം ഭാര്യയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. യാത്ര പറഞ്ഞു പോയ അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം പുരി റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റീൽ ട്രങ്ക് പെട്ടിയിൽ 7 ഛേദിച്ച മൃതദേഹം പോലീസ് കണ്ടെത്തി. മൃതദേഹം അദ്ദേഹത്തിന്റേതാണെന്ന് ഭാര്യ തിരിച്ചറിയുകയും ചെയ്തു. കൊലപാതക കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിൽ ഭാര്യ മൊഴി കൊടുക്കുകയും ചെയ്തു. പോലീസ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി മരുമകനായ പക്കാല നാരായണസ്വാമിയെ ശിക്ഷിക്കുകയും അപ്പീൽ കോടതി സെഷൻസ് കോടതിയുടെ ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. കേസ് അപ്പീലിൽ സുപ്രീം കോടതി മുമ്പാകെ എത്തി. മരിച്ചയാൾ മരിക്കുമെന്ന് വിചാരിച്ച് ഭാര്യയോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. എന്നിരിക്കെ മരിച്ചയാൾ അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ ഡൈയിങ് ഡിക്ലറേഷനായി പരിഗണിക്കാനാവുമോ എന്നതായിരുന്നു കേസിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന വിഷയം. ഡൈയിങ് ഡിക്ലറേഷൻ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കൃത്യമായി നിർവചിച്ചിട്ടില്ല. എന്നാൽ സെക്ഷൻ 32 സബ് ക്ലോസ് 1-ൽ മരിച്ചയാൾ മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ഒരു അഡ്മിസിബിൾ എവിഡൻസ് ആണ് എന്ന് പറയുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ അടിസ്ഥാന തത്വമനുസരിച്ച് ഹിയർസേ എവിഡൻസ് ഒരു അഡ്മിസിബിൾ എവിഡൻസ് അല്ല. ഈ തത്വത്തിന് എക്സെപ്ഷനുകളുണ്ട്. അതിലൊന്നാണ് സെക്ഷൻ 32 സബ് ക്ലോസ് 1-ൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡൈയിങ് ഡിക്ലറേഷൻ. ഈ കേസിൽ മരണപ്പെട്ടയാൾ മരിക്കുമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എങ്കിലും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കോടതി നിഗമനത്തിലെത്തി. ആയതിനാൽ മരിച്ചയാൾ മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ഡൈയിങ് ഡിക്ലറേഷനായി കൺസിഡർ ചെയ്യാമെന്ന് സുപ്രധാനമായ ഈ വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കി.